ക്രിസ്തുയേശുവിൻ്റെ തന്നെ നാമത്തിൽ വിശുദ്ധന്മാർക്ക് വന്ദനം. ഇത് G2R പ്ലാറ്റ്ഫോമാണ്. തുടർമാനമായി ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾക്കായി നന്ദി, ദൈവത്തോടുകൂടെ സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പേര് കുരുവിള വർഗീസ്. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെയുള്ള വിഷയങ്ങളെ സമഗ്രമായി പഠിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണിത്. പത്രോസ് ഇത് രണ്ടിനെയും കൂടെ കോർത്തിണക്കി ഒരേ വാക്യത്തിൽ സംക്ഷിപ്തമായി ചില വാക്കുകൾ കൊണ്ട് ആ വിഷയത്തെ വെളിപ്പെടുത്തി. ആ വാക്യമാണ് താൻ എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാമത്തെ അധ്യായം 9-10 വാക്യങ്ങൾ. നാമോ അന്ധകാരത്തിൽ നിന്ന്, അതായത് ദൈവസഭയോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ച ദൈവത്തിൻ്റെ ഗുണഗണങ്ങളെ ഘോഷിപ്പാൻ തക്കൊണ്ട് തിരഞ്ഞെടുത്തൊരു ജാതി, രാജകീയ പുരോഹിത വർഗം. പുതിയ നിയമ യാഗത്തിൻ്റെ പൊരുൾ, സിഗ്നിഫിക്കൻസ് ഓഫ് ദ ന്യൂ ടെസ്റ്റ്മെന്റ് സാക്രിഫൈസസ്. പഴയ നിയമത്തിലെ മാറ്റപ്പെട്ടു പോയ പൗരോഹിത്യ യാഗങ്ങൾ, പ്രായശ്ചിത്തം, നിരപ്പിൻ്റെ ഉപാധികൾ എന്നിവയെല്ലാം കാലസമ്പൂർണതയിൽ മഹാപുരോഹിതനായി അവതരിച്ച് താൻ സ്വയം യാഗമായി തീർന്ന് നമ്മെ രാജകീയ പുരോഹിതവർഗം ആക്കുക എന്ന പരമപ്പൊരുളിൻ്റെ നിഴൽ മാത്രം ആയിരുന്നു പഴയ നിയമത്തിലെ സകലതും. ആധാരമായി റോമർക്കെഴുതിയ ലേഖനം 5:14, 15:4, ഗലാത്യർക്കെഴുതിയ ലേഖനം 4:23, കൊലോസ്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം, കൊരിന്ത്യർക്കെഴുതപ്പെട്ട 1-ാമത്തെ ലേഖനം 10:11, എബ്രായർക്കെഴുതിയ ലേഖനം 9:9, 10:1 എന്നീ വാക്യങ്ങൾ ദയവായി ദൈവമക്കൾ ഒന്ന് വായിക്കണം. ഇവിടെ നാം കാണുന്ന നിഴലായ സകല വിഷയങ്ങളും അവയുടെ സാക്ഷാൽ പ്രതിരൂപമായ ദൈവപുത്രൻ്റെ ജഡാവതാരം, ശുശ്രൂഷ, ക്രൂശുമരണം, അടക്കപ്പെടൽ, ഉയർത്തെഴുന്നേൽപ്പ് എന്നിവയിൽ കൂടി കാലസമ്പൂർണതയിൽ വെളിപ്പെട്ട സത്യങ്ങളുടെ നിഴൽ മാത്രമായിരുന്നുവെന്ന് സംശയരഹിതമാവണ്ണം തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. അതിനാധാരമായുള്ള തെളിവുകൾ ആണ് താഴെ വിവരിക്കുന്നത്. ഒരു പടം കണ്ടിട്ട്, ഒരു ഫോട്ടോ കണ്ടിട്ട്, ആ ഫോട്ടോ ഒരു വരചിത്രമല്ല, ഫോട്ടോ എടുത്തതാണ്, അതിൻ്റെ പിന്നിൽ ഒരു വ്യക്തിയുള്ള നന്നവണ്ണം പഴയ നിയമത്തിൽ കാണുന്ന സകല വിഷയങ്ങളും നിഴലായിരുന്നു. പൊരുൾ ക്രിസ്തുയേശുവിലേക്ക് വിരൽ ചൂണ്ടി. ലേവ്യ പുസ്തകത്തിൽ 1-ാമത്തെ ഭാഗമാണ് യഹോവയാം ദൈവം ഇസ്രായേൽ ജനത്തോട് അർപ്പിപ്പാൻ കൽപ്പിച്ച എല്ലാ യാഗങ്ങളും. ഇതെല്ലാം ആവർത്തിച്ച് പിന്നെയും പറയുന്നത് വിഷയം വ്യക്തമാക്കേണ്ടതിന് വേണ്ടിയാണ്. ലേവ്യ പുസ്തകം 7:37, അതായത് ദഹനയാഗം, ഭോജനയാഗം, പാപയാഗം, അകൃത്യയാഗം, കരപൂരണയാഗം, സമാധാനയാഗം എന്നിവ ദൈവകുഞ്ഞാടാകുന്ന യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണം എന്ന പരമയാഗം ദ്വാര കാലസമ്പൂർണതയിൽ നിറവേറി. ആധാരവാക്യങ്ങൾ യെശയ്യാവിൻ്റെ പ്രവചനം 53:5, 6, 8, 10, 12. ഈ 5 വാക്യങ്ങൾ പഠിച്ചു നോക്കുക. ലേവ്യ പുസ്തകം 7:37 കാണുന്ന 6 വിധ യാഗങ്ങളും ദൈവപുത്രന്റെ ക്രൂശുമരണത്തിൽ കൂടെ നിറവേറേണ്ടതായി പ്രവാചകൻ ക്രൂശുമരണത്തിന് 700 സംവത്സരങ്ങൾക്ക് മുൻപേ പ്രവചിച്ചു. ഈ വിഷയത്തിൻ്റെ നിറവേറലായി ഈ ലോകത്തിൽ ജഡാവതാരം ചെയ്ത ദൈവപുത്രൻ പറഞ്ഞ തിരുമൊഴികളെ മത്തായി എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 28, കൊരിന്ത്യർക്കെഴുതപ്പെട്ട ലേഖനം 2-ാമത്തെ ലേഖനം 5:21 എന്നീ വാക്യങ്ങൾ വായിച്ചുകൊണ്ടാൽ ഗ്രഹിക്കാകുന്നത്രേ. ആയതിനാൽ ഇനിയും വേറെ യാതൊരു യാഗാർപ്പണം നടത്തുന്ന പുരോഹിതനെയും യാഗാർപ്പണത്തിൻ്റെ മൃഗങ്ങളെയും യാഗങ്ങളെയും ആവശ്യമില്ല. എബ്രായർ 9:11 മുതൽ 14, 10-ാമത്തെ അധ്യായം 26-ാമത്തെ വാക്യത്തിലും ആ വിഷയങ്ങളെ നിസ്സംശയം വിശുദ്ധ പൗലോസ് വ്യക്തം ആക്കിയിരിക്കുന്നു. കാരണം യേശു ക്രിസ്തു രക്തം ചിന്തി ക്രൂശിൽ പരമയാഗമായി തന്നെ താൻ അർപ്പിച്ചതുകൊണ്ട് അന്ത്യമായി അരുളി ചെയ്തത് ഇപ്രകാരമാണ്:
എൻ്റെ വചന ശുശ്രൂഷ ഒക്കെയും പൂർത്തീകരിച്ചിരിക്കുന്നു. മത്തായി സുവിശേഷം 5:1-2, 26:1 എന്നീ വാക്യങ്ങൾ പഠിച്ചുകൊണ്ടാൽ മതി. ഒരിക്കൽ കൂടെ മത്തായി എഴുതിയ സുവിശേഷം 5-1, 26 1, 29, 30 വാക്യങ്ങൾ. പിതാവ് തനിക്ക് ചെയ്യുവാൻ കൊടുത്ത പ്രവൃത്തി തികച്ചിരിക്കുന്നു. യോഹന്നാൻ 4:34 കർത്താവ് ശമറിയ സ്ത്രീയോട് സംസാരിച്ചു കൊണ്ടിരിക്കയിൽ പട്ടണത്തിൽ അപ്പം കൊള്ളുവാൻ പോയി വന്ന ശിഷ്യന്മാർ നേരത്തെ വെളിപ്പെടുത്തിയ രീതിയിൽ ദാഹമോ വിശപ്പോ വെളിപ്പെടുത്താതെ നിൽക്കുന്നത് കണ്ടിട്ട് അവൻ ആരോ ഭക്ഷണം കൊടുത്തു എന്നൊരു പക്ഷെങ്കിൽ ചിന്തിച്ചു കാണാം. അവിടെ കർത്താവ് പറഞ്ഞു, പകലുള്ളിടത്തോളം എന്നെ അയച്ചവൻ്റെ പ്രവൃത്തി ചെയ്യുന്നതാകുന്നു എൻ്റെ ആഹാരം. 4:34, 5:36, 9:4, 17:4 കർത്താവിൻ്റെ അന്ത്യപ്രാർത്ഥനയിൽ പിതാവാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഗെത്ശമനെ തോട്ടത്തിൽ, എണ്ണച്ചക്കെന്നാണ് അർത്ഥം, അഭിഷേകത്തിന് ആവശ്യമുള്ള എണ്ണ മുഴുവൻ ഈ തോട്ടത്തിലെ വൃക്ഷത്തിൽ നിന്ന് പറിച്ചെടുക്കുന്ന ഒലിവ് കായെ അടുത്തുള്ള ചക്കിലിട്ട് ആട്ടി പലതവണ ശുദ്ധീകരിച്ചു കൊണ്ടുപോകുന്നതാണ്. അവിടെയാണ് കർത്താവായ യേശു ക്രിസ്തു നമ്മെ രാജകീയ പുരോഹിതവർഗമായി അഭിഷേകം ചെയ്യുവാനുള്ള ദൈവത്തിൻ്റെ അഭിഷേക മൃഗമായി തീർന്നത്. പിതാവേ, നീ എനിക്ക് ഭൂമിയിൽ ചെയ്യുവാൻ തന്ന പ്രവൃത്തി ഞാൻ തികച്ചിരിക്കുന്നു എന്ന് കർത്താവ് അരുളി ചെയ്തു. മത്തായി സുവിശേഷം, യോഹന്നാന്റെ സുവിശേഷം 19:28, 30 ഇതേ പദം. ഇതോടുകൂടി പഴയ നിയമയാഗങ്ങൾ സകലതും നിറവേറിക്കഴിഞ്ഞു എന്നല്ലേ അർത്ഥം. അതായത് യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിൽ കൂടി പഴയ നിയമത്തിലെ ദഹനയാഗം, ഭോജനയാഗം, പാപയാഗം, അകൃത്യയാഗം, കരപൂർണയാഗം, സമാധാനയാഗം എന്നിവ നിറവേറി. എബ്രായർക്ക് എഴുതിയ 2 അധ്യായത്തിന്റെ 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിലും 10 അധ്യായം 10 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിലും ഈ വിഷയത്തെ വ്യക്തമാക്കിയിരിക്കുന്നു. അടുത്തതായുള്ള വിചിന്തനീയ വിഷയം ലേവി ഗോത്രത്തിലെ പ്രധാന യാഗമായ ഹോമയാഗം അത്രേ. ലേവ്യ യാഗത്തിൽ പ്രധാനപ്പെട്ട യാഗം ഹോമയാഗം. ലേവ്യ പുസ്തകം 1 അധ്യായത്തിന്റെ 4, 3, 4, 10, 14 എന്നീ വാക്യങ്ങളിൽ ഹോമയാഗത്തിന്റെ വിധിമുറകളെക്കുറിച്ചും ആവശ്യകതയെക്കുറിച്ചും വ്യക്തമാക്കിയിരിക്കുന്നു. ഇവിടെ അർപ്പിക്കപ്പെടുന്ന യാഗവസ്തു ഊനമില്ലാത്തത് ആയിരിക്കണം. ലേവ്യ പുസ്തകം 1:3, 10 അതിനെ സമ്പൂർണയാഗമായി യാഗപീഠത്തിന്മേൽ ദഹിപ്പിക്കുകയും അതിൻ്റെ രക്തം യാഗപീഠത്തിനു ചുറ്റും തളിക്കുകയും വേണം. അതിൽ നിന്ന് യാഗാർപ്പകനും യാഗം കഴിക്കുന്ന പുരോഹിതനും യാതൊരു ഓഹരിയും ഇല്ല. ദൈവത്തിന് സ്തോത്രം. ലേവിഗോത്രത്തിലെ പ്രധാനമായ ഹോമയാഗത്തിൽ അർപ്പിക്കപ്പെടുന്ന മൃഗം പൂർണ്ണമായി അവിടെ അർപ്പിക്കപ്പെടുന്നത് കൊണ്ട് യാഗാർപ്പകന് യാതൊന്നും ലഭിക്കയില്ല. അങ്ങനെയാകുന്നതിൽ പാപമോചനം കൊടുക്കുവാൻ ഒരു തിരശ്ശീലയ്ക്കപ്പുറത്തിരുന്നു കൊണ്ട് വലയ്ക്കകത്തൂടെ കുമ്പസാരം നടത്തുന്ന വ്യക്തിയുടെ മുഖം കണ്ടിട്ട് അപ്പുറത്തെ കീശയിലേക്ക് കാശും കൈക്കകത്ത് പണവും വെച്ചു കൊടുക്കുന്നത് എന്തോ പ്രമാണമാണെന്ന് മനസ്സിലാകുന്നില്ല. ഈ മൃഗം യാഗാർപ്പകന് പകരം അവൻ്റെ പാപത്തെ വഹിച്ച് അറുക്കപ്പെടുന്നത് പോലെ. എല്ലാത്തിനും ദൈവവചനമുണ്ട് കേട്ടോ. ലേവ്യ പുസ്തകം 1 അധ്യായത്തിന്റെ 3 മുതൽ 5 വരെയും 4 അധ്യായം 11 മുതൽ 13 വരെയുമുള്ള വാക്യങ്ങൾ. ദൈവപുത്രന്റെ ക്രൂശ് മരണം എന്ന ഹോമയാഗം വഴി നിറവേറിയത് ഹനനയാഗം, ഭോജനയാഗം, ഹോമയാഗം, പാപയാഗം എന്നിങ്ങനെയുള്ള മൃഗയാഗം കൊണ്ടല്ല, ദൈവപുത്രൻ സ്വയമായി തന്നെ താൻ അർപ്പിച്ച നിത്യയാഗം അത്രേ, എറ്റേണൽ സാക്രിഫൈസ്. അതുകൊണ്ടാണ് സങ്കീർത്തനം 40 ദൈവപുത്രന്റെ ശാരീരിക വല്യപ്പച്ചനാകുന്ന ദാവീദ് ദൈവപുത്രന് വരുവാൻ പോകുന്ന വിഷയത്തെക്കുറിച്ച് മുൻകണ്ടു പറഞ്ഞത്. ഹോമയാഗവും അനനയാഗവും നീ ഇച്ഛിച്ചില്ല, അല്ലെങ്കിൽ ഞാൻ അത് അർപ്പിക്കുമായിരുന്നു. എന്നെക്കുറിച്ച് നിന്റെ പുസ്തക ചുരുളുകളിൽ എഴുതിയിരിക്കുന്നുവല്ലോ. 40 സങ്കീർത്തനം 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. 51 സങ്കീർത്തനം 16, 17 വാക്യങ്ങൾ. യെശയ്യാവിന്റെ പ്രവചനം 6 അധ്യായം 8 വാക്യം. നിത്യതയ്ക്ക് മുൻപ് നടന്ന വിഷയത്തിന്റെ
വെളിപ്പെടുത്തലാണ് യെശയ്യാ പ്രവാചകൻ മുഖാന്തരം ദൈവം തൻ്റെ പ്രവചനത്തിൽ 6-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. നിത്യതയിൽ ആകാശമില്ല, ഭൂമിയില്ല, ഗ്രഹങ്ങളിൽ, ഉപഗ്രഹങ്ങളിലെ, വാൽനക്ഷത്രങ്ങളിലെ, ധൂമകേതുക്കളില്ല, യാതൊന്നുമില്ല. അവിടെ വെച്ച് സർവജ്ഞാനിയായ ദൈവം, ആദിയിൽ തന്നെ അവസാനവും പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിപ്പാനിരിക്കുന്നതും അറിയുന്ന ദൈവം താൻ ചെയ്യുവാൻ പോകുന്ന പാപി പരിപാടികളുടെ കരട് രേഖ എഴുതിയപ്പോൾ, സ്തോത്രം, ദൈവകൽപ്പന നേരിട്ട് കേട്ടതുകൊണ്ടോ, മനുഷ്യഹൃദയത്തിൽ തോന്നുന്ന മനസ്സാക്ഷി കൊണ്ടോ, പ്രവാചകന്മാരുടെ പ്രവചന ശുശ്രൂഷ കൊണ്ടോ, യാഗങ്ങൾ കൊണ്ടോ, മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മം കൊണ്ടോ, രക്തം കൊണ്ടോ പാപക്ഷമ വരുവാൻ കഴിയാതിരിക്കുന്ന ഒരു കാലം വരും. അന്ന് നാം എന്തു ചെയ്യേണ്ടു? മനുഷ്യനെ പാപത്തിൽ നിന്ന് രക്ഷിക്കേണ്ടത് എങ്ങനെയാകുന്നു എന്ന് ചോദിച്ചപ്പോൾ തൻ്റെ മടിത്തട്ടിൽ ഇരുന്ന ദൈവപുത്രൻ പിതാവിനോട് പ്രതികരിച്ചത് ഇങ്ങനെയാണ്: എന്നെ അയക്കണമേ, ഞാൻ പോകാം. എന്തിനു വേണ്ടി? മനുഷ്യനെ രക്ഷിപ്പാൻ. എങ്ങനെ? അകൃത്യാഗം കൊണ്ടും പാപയാഗം കൊണ്ടുമല്ല, എന്നെ തന്നെ അർപ്പിച്ചുകൊണ്ട്. അതാകുന്നു 40-ാമത്തെ സങ്കീർത്തനം 6 മുതൽ 9, യെശയ്യാ പ്രവചനം 51-ാം അധ്യായം 16-ലും 17-ലും, 6-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിലും, യോഹന്നാൻ എഴുതിയ സുവിശേഷം 8:42 എഴുതപ്പെട്ടിരിക്കുന്നത്. ആയതിനാൽ ഇനിയൊരു ഹോമ, ദഹന, അകൃത്യ, സമാധാന, കരപൂർണ യാഗം വേണ്ട. ദൈവപുത്രൻ എന്ന ഊനമില്ലാത്ത ദൈവത്തിൻ്റെ കുഞ്ഞാട് നമുക്ക് വേണ്ടി എല്ലാവിധ യാഗവും ഒന്നായി വഹിച്ചു. എബ്രായർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. അതിനായി ദൈവപുത്രൻ തൻ്റെ ഐഹിക ശുശ്രൂഷയുടെ അവസാന നിമിഷങ്ങളിൽ തൻ്റെ പിതാവിൻ്റെ തിരു ഇഷ്ടം തന്നിൽ സമ്പൂർണമായി നിറവേറപ്പെടുവാൻ സ്വമനസാ സമർപ്പിച്ചു കൊടുത്തു. യെശയ്യാവിൻ്റെ പ്രവചനം 53:10, മത്തായി സുവിശേഷം 26:38 മുതൽ 46 വരെയുള്ള വാക്യങ്ങൾ, ലൂക്കോസ് സുവിശേഷം 22-ാം അധ്യായം 41 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ. ആകയാൽ രാജകീയ പുരോഹിതവർഗമായി തെരഞ്ഞെടുക്കപ്പെട്ട നാം ഗുരുവിനെ പോലെ ദൈവഹിതം നിറവേറപ്പെടേണ്ടതിന് നമ്മെ തന്നെ സ്വയം സമർപ്പിക്കേണ്ടത് ആവശ്യമത്രേ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിലും, തിമോഥെയോസിന്റെ 2-ാമത്തെ ലേഖനം 4-ാം അധ്യായം 6 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിലും അത് എഴുതിയിരിക്കുന്നു. അടുത്തതായി യാഗത്തെക്കുറിച്ച് നാം വിചിന്തനം ചെയ്യേണ്ട വിഷയം ഭോജനയാഗം എന്നുള്ളതത്രേ. മീറ്റ് ഓഫറിംഗ്. ലേവ്യ പുസ്തകം 2-ാമത്തെ അധ്യായം 1, 4, 14 എന്നീ വാക്യങ്ങൾ. യാഗം ദൈവം അവർക്ക് ചെയ്യുന്ന വിവിധ ഉപകാരങ്ങൾക്ക് നന്ദി പ്രകടനമായി അർപ്പിക്കുന്നതത്രേ ഭോജനയാഗം. സങ്കീർത്തനം 116:13. ഭോജനയാഗം അർപ്പിക്കുന്ന ആൾ ഒരിടങ്ങഴി നേരിയ മാവ് അടുപ്പത്തു വെച്ച് ചുട്ട ദോശ, വട. ലേവ്യ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 1, 2, 4, 5 എന്നീ വാക്യങ്ങൾ. 5:11. എണ്ണ, കുന്തുരുക്കം, പാനീയയാഗത്തിന് 1 നാഴി വീഞ്ഞ് എന്നിവ കൊണ്ടുവരണം. 1 നാഴി എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. ശുശ്രൂഷയ്ക്ക് വേണ്ടി ആലയത്തിൽ നിൽക്കുന്ന വ്യക്തികൾ ക്ഷീണിച്ചു പോകാതിരിക്കേണ്ടതിന് മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന വീഞ്ഞ് 1.25 ലിറ്റർ ഒരു കുപ്പിക്കകത്ത് കൊള്ളത്തക്കവണ്ണം. ലേവ്യ പുസ്തകം 23:13. ഇവയിൽ പുരോഹിതൻ 1 കൈ നിറച്ചെടുത്ത് കുന്തുരുക്കം മുഴുവനും, കൊണ്ടുവന്നിരിക്കുന്ന കുന്തുരുക്കം വീട്ടിൽ കൊണ്ട് പുകച്ച് വീട്ടിലെ നാറ്റം മാറ്റാൻ ഉപയോഗിക്കരുത്, ആലയത്തിൽ തന്നെ മുഴുവനുമായി ദഹിപ്പിക്കണം. നിവേദ്യമായി യാഗപീഠത്തിന്മേൽ അർപ്പിക്കണം. അങ്ങനെ അർപ്പിക്കപ്പെടുന്ന കുന്തുരുക്കത്തിൻ്റെ സുഗന്ധമാണ് എരിഞ്ഞടങ്ങിക്കൊണ്ടിരിക്കുന്ന മാംസത്തിൽ നിന്നും വരുന്ന മറ്റ് ഗന്ധങ്ങൾ മാറ്റി അതിനെ മാറ്റുന്നത്. അങ്ങനെയാകുന്നു എങ്കിൽ ദൈവമക്കൾ ആലയത്തിൽ വന്ന് ആരാധിക്കുമ്പോൾ ദുർഗന്ധം വരരുത്. അവരുടെ ജീവിതത്തിലെ അപ്രായോഗിക ജീവിത നിമിത്തം അയൽക്കാരും നാട്ടുകാരും അറിയാവുന്നവരും നമ്മളെക്കുറിച്ച് ദുഷിച്ച് ദൈവനാമത്തിന് ദോഷം വരുത്തരുത്. സ്തോത്രം. നമ്മളെക്കുറിച്ചുള്ള സുഗന്ധമായിരിക്കണം. വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന പോലെ ജീവിക്കുന്നവരുടെയും മരിച്ചവരുടെയും നടുവിൽ ഞങ്ങൾ കർത്താവിന് സുഗ്രാഹീരമായി സുഗന്ധം വീശണം.
കൊണ്ടുവരപ്പെടുന്ന ദോശയും വടയും യാഗപീഠത്തിന് അർപ്പിച്ച ശേഷം മാവ്, ദോശ, വട എന്നിവ പുരോഹിതന്മാർക്കും അവരുടെ പുത്രീപുത്രന്മാർക്കും അവകാശമായി കൊടുക്കണം. ആലയത്തിൽ വെറും കൈയോടെ വരുന്ന പുരോഹിതൻ 8 മണിക്കൂർ 10 മണിക്കൂർ യാഗം കഴിഞ്ഞ് പോകുമ്പോൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കുടുംബാംഗങ്ങൾ ആരെല്ലാം ആകുന്നു? ഭാര്യയുണ്ട്, അപ്പനുണ്ട്, അമ്മയുണ്ട്, മക്കളുണ്ട്, കൊച്ചുമക്കളുണ്ട്. അവർക്ക് ജീവസന്ധാരണത്തിനുള്ള മാർഗമാണ് ലേവ്യ പുസ്തകം 2-ാം അധ്യായം 3 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ഭോജനയാഗ അർപ്പണ സമയത്ത് മറ്റ് യാഗങ്ങൾ നടത്തുമ്പോൾ ഉണ്ടാകുന്ന ആർഭാടങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല. വിശുദ്ധന്മാർ ഒരു കാര്യം ഗ്രഹിക്കണം: ആലയത്തിൽ ശുശ്രൂഷിക്കുന്നവൻ ആലയം കൊണ്ട് ഉപജീവനം കഴിക്കണം എന്നുള്ള പ്രമാണം മറന്നു പോകരുത്. ആലയത്തിലെ ശുശ്രൂഷയ്ക്ക് വരുന്നവർ ആലയത്തിലെ ശുശ്രൂഷ കൊണ്ട് 10 ഏക്കർ വാങ്ങിക്കണം, 4 നില കെട്ടിടങ്ങൾ പണിയണം, ഏറ്റവും മുന്തിയ ഇനം കാർ വാങ്ങിക്കണം എന്നിത്യാദിയുള്ള വേഷഭൂഷാദികളുടെ വസ്ത്രങ്ങളൊക്കെ വാങ്ങിക്കണമെന്ന ലക്ഷ്യത്തോടുകൂടെ വരരുത്. കർത്താവ് തന്നിരിക്കുന്ന ഈ മായായ ലോക ജീവിതത്തിലെ മായായ ജീവിതത്തിൽ കർത്താവിന് വേണ്ടി ജീവിക്കണം എന്നുള്ളതായിരിക്കണം. ഫിലിപ്പിയർക്ക് 1:21 അതായിരുന്നു വിശുദ്ധ പൗലോസിന്റെ ജീവിതത്തിലെ മാസ്റ്റർ പീസ്. സ്തോത്രം. അവന്റെ അടിസ്ഥാന ഉപദേശത്തിന്റെ പ്രായോഗിക വചനം: എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും. പൗലോസ് അത് തന്നെ ചെയ്തു. ജീവനുള്ള കാലം മുഴുവൻ കർത്താവിന് വേണ്ടി ശുശ്രൂഷിച്ചു. മരിച്ചപ്പോൾ സന്തോഷത്തോടെ ജീവിച്ചു, മരിച്ചു. അവനും കാത്തിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കൾ എല്ലാവരും ആ ഒരു ചിന്തയോടുകൂടെ ആപ്തവാക്യം ഇതായിരിക്കട്ടെ. ആപ്തവാക്യം, മാസ്റ്റർ പീസ്: ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും. ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം. വാത്സല്യ വിശുദ്ധന്മാരായ ദൈവദാസീതന്മാരെ, നിങ്ങളുടെ നടുവിൽ ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷകന്മാർക്ക് ഒരു കഷ്ടവും നഷ്ടവും പഞ്ഞവും പട്ടിണിയും വരാതെ നോക്കേണ്ട ശുശ്രൂഷ നിങ്ങളുടേതാണ് എന്നുകൂടെ മറന്നു പോകരുത്. നിങ്ങളുടെ നടുവിൽ ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷകൻ പലചരക്ക് കടയിൽ നിന്ന് കടവും തുണിയില്ലാത്തതുകൊണ്ട് കഷ്ടപ്പെട്ട് നഗ്നനായി നടക്കുന്നതും വണ്ടിക്കൂലിക്കും ഗ്യാസിനും കാശില്ലാത്തതുകൊണ്ട് നടന്നു പോകുന്ന പരിപാടിയിലേക്ക് നടത്തരുത്. നിങ്ങളെക്കാട്ടിലൊട്ടും കുറവില്ലാത്ത വിധത്തിൽ നിങ്ങൾ അവരുടെ ജീവിത സന്ധാരണം നടത്തുവാൻ കടപ്പെട്ടവരാണ് എന്നുകൂടെ മറക്കരുത്. നമ്മൾ രാജകീയ പുരോഹിത വർഗമാണ്. കർത്താവേ, അങ്ങയുടെ വചനം ഞങ്ങളുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവും. അതിനനുസരിച്ച് ജീവിപ്പാൻ ഞങ്ങൾക്ക് കൃപയും ശക്തിയും നൽകുമാറാകണമേ. കേൾവിക്കാരായ ദൈവദാസീദാസന്മാരെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ.